ചായ വേണം, ഒരു ചായ. ഹായ് ഗൈസ്, ഞാൻ ഇപ്പൊ നമ്മളെ ഇവിടെ ഒരു വട കൊടുക്ക്, 2 വട കൊടുക്ക്. കാഞ്ഞങ്ങാട് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടമ്മോ? എന്താണ് ടി ഡി സെന്ററിൽ എത്തിയിട്ടുണ്ട്. ടി ഡി സെന്ററിൽ, റെയിൽവേ സ്റ്റേഷന്റെ പേര് ടി ഡി സെന്റർ. ടി ഡി സെന്ററിൽ. അപ്പൊ നമ്മൾ ടി ഡി സെന്ററിലാന്നുള്ളത്, കാഞ്ഞങ്ങാട് ടി ഡി സെന്ററിലാന്ന് കേട്ടുള്ളത്. അപ്പൊ ഈ ഒരു ട്രെയിനിങ്, ഈ ഒരു റെയിൽവേ സ്റ്റേഷനും ട്രെയിനും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല നമുക്കറിയില്ല. ഇതിന്റെ ഫുള്ള് വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അടിപൊളി ട്രെയിനാണ്, നമ്മളെ കാഞ്ഞങ്ങാട് പുതിയ വന്ന സ്റ്റേഷനാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് പരിചയപ്പെടേണ്ട സംഭവം. നമ്മളെ ദാമോദരേട്ടനുണ്ട് കേട്ടോ ഇവിടെ കമ്പനിക്ക്, നമ്മളിപ്പോൾ ഇന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ യാത്രയിൽ ദാമോദരേട്ടനെ കൂട്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ദാമോദരേട്ടൻ അടിപൊളിയല്ലേ? അടിപൊളി അടിപൊളി അടിപൊളി. ഒരു വീടിനെ മൊത്തത്തിലൊരു ട്രെയിനാക്കി മാറ്റിയ ഒരു സ്ഥലത്താണ് കേട്ടോ ഞാനുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് പരശുറാം എക്സ്പ്രസിൻ്റെ മുമ്പിലാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് കാണാനുള്ളൊരു സംഭവമുണ്ട്. ഇത് ചെയ്ത ആളെയും എല്ലാവരും. എൻ്റെ മൈക്ക് വേണ്ട. ഇത് ചെയ്ത ആളെയും എല്ലാം നമുക്ക് പരിചയപ്പെടാം. അടിപൊളി സംഭവമാണ് കേട്ടോ. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് അടക്കാം. ഞാൻ ഇപ്പോൾ നമ്മളെ കാസർഗോഡ് ജില്ലയിലെ പുതിയൊരു റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. അതിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫുള്ള് മേൽനോട്ടം നടത്തുന്ന ഒരാളാണ്. ഏട്ടൻ്റെ പേരെന്താണ്? ദാമോദരേട്ടൻ. ഇതിപ്പോൾ സ്ഥലത്തിൻ്റെ പേരൊന്ന് കറക്റ്റ് പറഞ്ഞു കൊടുക്കും. ഇത് ചാലിങ്കാൽ രാവണേശ്വർ റോഡ്. ഇതിലിങ്ങനെ പാസ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷനും ഒരു പരശുരാമ എക്സ്പ്രസ്സിലൂടെ കാണുന്നത്. എന്താണ് ഇത് സംഭവം ഇങ്ങനെ ചെയ്യാനുള്ളൊരു കാരണം എന്താ? ഞാൻ റെയിൽവേ ജീവനക്കാരനായിരുന്നു. അത് ശരി. എത്ര വർഷമായി? ഞാൻ 20 കൊല്ലം കഴിഞ്ഞപ്പോൾ VRS കൊടുത്തു. അത് ശരി. ഇപ്പോൾ റിട്ടയർഡാണ്? റിട്ടയർഡ്. VRS എന്ന് പറഞ്ഞാൽ റിട്ടയർഡ് ആണ്? അല്ല, VRS പറഞ്ഞാൽ മുൻകൂട്ടി പിരിയൽ. അതെന്താ മുൻകൂട്ടി പിരിയാൻ കാരണം, ഞാൻ ആദ്യം അപ്പോയിൻമെൻറ്റ് വെസ്റ്റേൺ റെയിൽവേ ആയിരുന്നു. വെസ്റ്റേൺ റെയിൽവേയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ സീനിയോറിറ്റി പോകും. വരുമ്പോൾ നാടെത്താൻ വേണ്ടിയിട്ട് ഒരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ. പക്ഷെ ഇവിടെ വന്നപ്പോൾ സീനിയോറിറ്റി പ്രൊമോഷൻ നഷ്ടപ്പെടുമ്പോൾ നമുക്കൊരു നിരാശ തോന്നും. അങ്ങനെയാണ് ഈ സീനിയോറിറ്റി പറയുന്ന സമയത്ത് റെയിൽവേയിൽ 9 സോണുണ്ട്. ഒരു സോണിൽ നിന്ന് മറ്റേ സോണിലേക്ക് പോകുമ്പോൾ അവിടുത്തെ സീനിയോറിറ്റി പോകില്ല. ബോട്ടം സീനിയോറിറ്റി എടുക്കണം താഴത്ത്. അങ്ങനെയാണ് നമ്മൾ സീനിയോറിറ്റി നഷ്ടപ്പെടുന്നത്. അത് ശരി. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയ മറ്റേ എഞ്ചിനീയർ ആരാ? നിങ്ങൾ? എഞ്ചിനീയർ വേറെ ആരുമില്ല. ഇത് സാധാരണ പഞ്ചായത്തിനൊരു സ്ട്രക്ചർ വരക്കുന്ന ഒരു എഞ്ചിനീയർ ഉണ്ട്. പക്ഷെ ബാക്കിയൊക്കെ എൻ്റെ ഡിസൈനാണ്. ഇത് വീടല്ല, ഇത് താഴത്ത് നമ്മൾ ആദ്യം ഉദ്ദേശിച്ചത് ഷട്ടർ റൂമാണ്. അപ്പോൾ ഒരു നിയമമുണ്ട്, അതായത് ഈ പട്ടയഭൂമിയിൽ കമേഴ്ഷ്യൽ ബിൽഡിംഗ് പാടില്ല എന്നുള്ള ഒരു നിയമം വന്നു ഇപ്പോൾ അടുത്ത്. അപ്പോൾ അതിൽ ഞാനും കുടുങ്ങി. അയ്യോ. അങ്ങനെ ഷട്ടർ റൂം ഒഴിവാക്കിയിട്ട് ഇതിനെ ക്വാർട്ടേഴ്സ് ആക്കി, റെസിഡൻസ് ആക്കി. ഇപ്പം അടിപൊളി. ഇതിന് എല്ലാ സമയത്തും ഇതിന്റെ ഇതുണ്ടോ അനൗൺസ്മെന്റ്? അത് കൃത്യമായ ടൈമിന് മാത്രം 6:10. അതായത് നമ്മൾ കാഞ്ഞങ്ങാട് എത്തുന്നത് ഏകദേശം അങ്ങനെ. അതായത് 4:15 മംഗലാപുരത്ത് നിന്ന് വിടുന്ന വണ്ടി ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞ്. പരശുവിലെ തന്നെ ഞങ്ങൾ ഉണ്ടായത്? അല്ലല്ല, ഞാൻ ഇവിടെ വന്നിട്ട് പരശു ഉണ്ടായി. പരശു അല്ല, അങ്ങനെ ഞാൻ ലോക്കോ പൈലറ്റാണ്. ഞാൻ മെക്കാനിക്കൽ സെക്ഷൻ CNW JE. ട്രെയിനിന്റെ ഉള്ളിലല്ല, ഇപ്പുറത്തോ? അല്ല, ടോട്ടൽ ട്രെയിനിന്റെ ഇൻചാർജ് നമ്മൾ തന്നെ. മെയിൻ്റനൻസ് 10-20 സ്റ്റാഫ് ഉണ്ടാവും. അവർ കൺട്രോൾ ചെയ്യുക. ഫിറ്റേഴ്സ് ഉണ്ടാവും, പ്ലംബേഴ്സ് ഉണ്ടാവും, കാർപ്പൻറ്റേഴ്സ് ഉണ്ടാവും, പിന്നെ വെള്ളം പിടിക്കുന്നവരുണ്ടാവും. അതൊക്കെ ഇപ്പോൾ മാറി, എല്ലാം കോൺട്രാക്ട് കൊടുക്കാണ്. അപ്പോൾ മറ്റേ ഫിറ്റർമാരെ നമ്മൾ ഉള്ളൂ. ഇപ്പോൾ മുമ്പേ 10-24 സ്റ്റാഫ് ഉണ്ടാവും. ഇതിൽ വേറെ എന്തെല്ലാം സ്പെഷ്യൽ ഉള്ളത്? ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, നല്ല അടിപൊളി. ഞാനെല്ലാം വീഡിയോയിൽ കാണിച്ചു. അതായത് നമ്മൾ ഈ ഷട്ടർ റൂം ഒഴിവാക്കുമ്പോൾ നമ്മളതിന് ഈ റെയിൽവേ പ്ലാറ്റ്ഫോം ആക്കി. ആദ്യം മേലെ കെട്ടിയ കോച്ചാണ് ആദ്യം ഉണ്ടാക്കിയത്. അത് നമ്മൾ എൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്ക്, അമ്മയുടെ പേര് ആച്ചാങ്ങാണ്. അപ്പോൾ ആച്ചാ കോച്ചിങ് ആക്കി. അത് ഹിന്ദിയിൽ പോകുമ്പോൾ അച്ഛാ കോച്ചിങ് എല്ലാവരും പറയും. ആച്ചാ കോച്ച്. അടിപൊളി. കുറേ ചിലവ് വന്നാൽ ഇതിന്? ചിലവ് നമ്മൾ സാധാരണ നോർമൽ നിന്ന് കുറച്ച് കൂടുതൽ. ഇതെൻ്റെ പണിയൊക്കെ ഞാനാ ചെയ്തു. പുറത്ത് ചെയ്താണ് അതിനേക്കാൾ. അത് നമ്മൾ കുറച്ചൊരു പണ്ട് റെയിൽവേയിൽ പോകുന്നതിന് മുമ്പേ ഒരു ശില്പിയുടെ ഒരു ഇതുണ്ട്. അപ്പോൾ അത് ആ സ്പ്രിംഗ് ഒക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഒരുപാട് ആൾക്കാർ കാണാൻ വരുന്നുണ്ട്. ഒരുപാട് വന്നുണ്ട്, ഒരുപാട് ഫോട്ടോ. ഞാനിത് ശരിക്കും പറഞ്ഞെങ്കിൽ ഏതോ ന്യൂസ് ചാനലിൽ കണ്ടിട്ട് ഇത് തെരഞ്ഞു പിടിച്ച് എങ്ങനെ വന്നതാണ്. അപ്പോൾ ഇന്നലെ വേറൊരാളെ വീഡിയോ കൂടെ കണ്ട് ഒരു കുറെ പേര് പറയുന്ന അയാൾ വെറൈറ്റി ആക്കിയത്. ഇപ്പോൾ ഒരു ടാക്സി കാർ എവിടെ പോകുന്നു അതുപോലെ ലൈൻ ബസിന്റെ പോലെ ഇങ്ങനെ പറഞ്ഞത്. അത് അടിപൊളി. ഇപ്പൊ എല്ലാത്തിലും താമസക്കാരുണ്ടോ? എല്ലാത്തിലും ഇല്ല, 3 അതിൽ ഒരാൾ ഇപ്പോൾ ഒഴിഞ്ഞു. നിങ്ങൾ താമസം? ഞാൻ എൻ്റെ വീട് അപ്പുറത്ത്. ഇവിടെ താമസം പുറത്തില്ല.
റെയിൽവേ പോലെ തന്നെയാണ് ഫുഡും കാര്യങ്ങളും റെയിൽവേ അല്ലല്ലോ ഇതല്ല അവരവരെ പുറത്ത് മാത്രമേ റെയിൽവേ സ്റ്റേഷൻ പക്ഷെ അടിപൊളി സെറ്റപ്പ് ആക്കി. റെയിൽവേയില് ട്രെയിനില് പൈലറ്റായിട്ട് അങ്ങനെ പോയിട്ടുണ്ടോ? ഇല്ല, നമ്മളിത് അവരെക്കാളും നല്ല പോസ്റ്റാണ്. പക്ഷെ അവർക്ക് ട്രാവലിംഗ് ബത്ത കിട്ടും, ഞങ്ങൾക്കതില്ല. ഞങ്ങൾക്ക് ശമ്പളം മാത്രം. ട്രാവലിംഗ് ബത്ത എങ്ങനെയാന്ന് അതായത് അറിയണ്ട. മംഗലാപുരത്ത് ഇപ്പോൾ ഷൊർണൂർ പോയാൽ അതിന്റെ TA കിട്ടും, ട്രാവലിംഗ് അലവൻസ്. അതായത് സാലറിന്റെ കൂടാതെ ആ പെൻഷനിൽ വരെ അതിന്റെ ബെനിഫിറ്റ് കിട്ടും. അത് ശരി. നോർമൽ ഒരു റെയിൽവേ ഉദ്യോഗസ്ഥന് ഏകദേശം എത്ര സാലറി ഉണ്ട്? ഇപ്പോഴത്തെ സാലറി എന്ന് പറയുന്നത് ഞാനൊക്കെ ആദ്യം വളരെ കുറവിലാണ് വർക്ക് ചെയ്തത്. അന്ന് ശമ്പളമില്ല. ഇന്നിപ്പോൾ എൻ്റെ പോസ്റ്റിലുള്ളവർക്കെല്ലാം 50,000 60,000 ശമ്പളമുണ്ട്. ആ എത്ര വയസ്സ് വരെ നിൽക്കും? 50 പോരാ, ഇപ്പം അത് കൂടുതലുണ്ട്. എനിക്ക് തന്നെ പെൻഷൻ 36,000 രൂപ കിട്ടുന്നുണ്ട്. അത് ശരി. ഇതിപ്പോൾ ഞാൻ ചോദിക്കുന്നത് നോർത്തിലേക്കെല്ലാം പോകുന്ന പൈലറ്റ് ഇതുണ്ടാവല്ലോ ട്രെയിൻ? ഇല്ലല്ല, അങ്ങനെ അങ്ങനെയല്ല, ഞാൻ എൻ്റെ ഒരു ഇത് ചോദിക്കുന്നത്, നിങ്ങളതല്ല. ഇപ്പൊ നമ്മള് കേരളത്തിൽ നിന്ന് നോർത്തിലേക്ക് ഡൽഹിയിലേക്കെല്ലാം പോകുന്ന ട്രെയിനിൽ ഒരേ പൈലറ്റ് തന്നെ ഉണ്ടാവും? അല്ലല്ല, മാറും. ഇവിടുന്ന് നേരെ ക്രൂ ചേഞ്ചിങ് ഉണ്ടാവും. ക്രൂ ചേഞ്ചിങ് ഷൊർണൂർ ചേഞ്ചിങ് ഉണ്ടാവും, അല്ലെങ്കിൽ പാലക്കാട് ചേഞ്ചിങ് ഉണ്ടാവും. അങ്ങനെ ചേഞ്ച് ചെയ്തിട്ടാണ് പോകുന്നത്. സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ആള് ചേഞ്ച് ചെയ്യുന്നത്? അല്ല, അത് അവർക്ക് നമ്മളെ ജുറിഡിക്ഷൻ ഉണ്ട്. ഇത് പാലക്കാട് ഡിവിഷനാണ്. മംഗലാപുരം പറഞ്ഞാൽ പാലക്കാട് ഡിവിഷൻ. ഒരാൾക്കുള്ള ഏരിയ ഏകദേശം ഉണ്ടാവും? ഷൊർണൂർ അവർക്ക് 8 hours ഉണ്ടാവും, അതിൽ കൂടുതൽ ഓടിക്കാൻ പാടില്ല. അതിൽ കൂടുതൽ ഉണ്ടാവില്ല അല്ലേ? രണ്ടാൾക്കാരുണ്ടാവും? രണ്ടാൾക്കാർ. ഒരു ലോക്കോ അസിസ്റ്റന്റ് ഉണ്ടാവും, ഡീസൽ അസിസ്റ്റന്റ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും. അധികം ഈ ആക്സിഡന്റ് കാര്യങ്ങളും ഡെയിലി കാണേണ്ട ആൾക്കാരായിരിക്കും അല്ലേ? ആക്സിഡന്റ് ഈ റെയിൽവേനെ പറ്റിയ ആൾക്കാർക്ക് അതിന് സ്റ്റെയറിംഗ് ഒന്നുമില്ല. അതിന് ഒന്ന് നമ്മളാണ്, അതായത് ഈ ട്രെയിനിന്റെ വീലാണ് ഇത് ഗൈഡ് ചെയ്യുന്നത്. വീൽ ഉണ്ടാവും, ആ വീലിന്റെ പിന്നെ ഫ്ലാഞ്ച് പറയും, അതുകൊണ്ടാണ് ഇത് ഗൈഡ് ചെയ്ത് പോകുന്നത്. അതുകൂടാതെ വേറെ റെയിലുണ്ട്, റെയിലിന്റെ അറ്റവും ഇത് രണ്ടും കൂടി മുട്ടിയിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അല്ലാണ്ട് ട്രെയിൻ ഒരിക്കലും ഡ്രൈവർക്ക് നിയന്ത്രിക്കണമെന്നൊന്നുമില്ല. ഒരു വർഷങ്ങൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിന്റെ പോയിന്റ് സെറ്റ് ചെയ്യും. അത് ട്രെയിനിന്റെ പുറത്തുനിന്ന് ചെയ്യുന്നതാ? പുറത്തുനിന്ന് ചെയ്യുന്നത്. കുറെ ആൾക്കാർക്ക് അങ്ങനെ ഡൗട്ട്. ട്രെയിൻ സ്റ്റെയറിംഗ് ചിലപ്പോൾ ട്രാക്ക് മാറണമെങ്കിൽ ഇത് 2 പോയിന്റാണ് മെയിൻ ആയിട്ട് പോകുന്നത്. പിന്നെ സിഗ്നൽ പറയുന്ന ഈ നമ്മൾ ട്രാക്ക് മാറ്റുമ്പോൾ വലിച്ചിട്ട് ശരിയാക്കുന്നത് ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ ഈ നമ്മൾ സാധാരണ റെയിലും ഈ വീലും ആണ് ഇതിനെ ഗൈഡ് ചെയ്യുന്നത്. അത് ശരി. അല്ലാതെ ഇത് ഇരിക്കുന്ന ഡ്രൈവർക്ക് ഇതിൽ ഡ്രൈവർക്ക് സ്റ്റോപ്പ് കണ്ടാൽ സ്റ്റോപ്പ് ചെയ്യുക, മഞ്ഞ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് സ്ലോ ആയിട്ട് പോവാം, പിന്നെ ഗ്രീൻ കണ്ടാൽ സ്പീഡിൽ പോവാം. അങ്ങനെ. ശരി. അല്ലാണ്ട് അതിന്റെ ബ്രേക്ക് സിസ്റ്റം അല്ല ഡ്രൈവറെ നിർത്തേണ്ടതല്ല. ബ്രേക്ക് സിസ്റ്റം മാത്രമുണ്ട്, പക്ഷെ നമുക്ക് വളക്കാനും തിരിക്കാനും അത് വേറെ ഡിപ്പാർട്ട്മെന്റ്. സിഗ്നൽ. ശരി. കുറെ ആൾക്കാർ അങ്ങനെ എന്തെല്ലാം ധാരണ അങ്ങനെയാണ്, നമുക്ക് ട്രെയിൻ തന്നെ ഒന്നുമില്ല. അതിന് സ്റ്റോപ്പും സ്പീഡ് കുറക്കേണ്ട ഇതേ ഉള്ളൂ. ഈ റെയിൽവേ ജോലിയായിട്ട് എന്തെങ്കിലും വേറെ എന്തെല്ലാം പറയാനുള്ളൊരു അനുഭവം എന്തെങ്കിലും ഉണ്ടോ? റെയിൽവേ ജോബ് ഞാൻ വളരെ അതിൽ വലിയ ഇതായിരുന്നു എനിക്ക് ഇൻട്രസ്റ്റ്. ഞാൻ ട്രെയിനിങ് ബാച്ചിൽ തന്നെ ഫസ്റ്റാണ്. ആ ബാച്ചിൽ ഹിന്ദിക്കാരാണ് നമ്മളെ കൂടെ ഉണ്ടായത്. ആ ബാച്ചിൽ തന്നെ ഫസ്റ്റാണ്. എന്നിട്ട് എനിക്ക് മെയിനായിട്ട് ബോംബെ സെൻട്രൽ പോസ്റ്റ് ചെയ്തു, വെസ്റ്റേൺ റെയിൽവേ. അതായത് എൻ്റെ അവർ എന്നിൽ കുറച്ച് ക്വാളിറ്റി കണ്ടിട്ടുണ്ടാവും. അങ്ങനെ രാജധാനി ആയിരുന്നു ആദ്യം നോക്കിയിരുന്നത്. അപ്പോൾ എനിക്ക് അവിടെ ക്വാർട്ടേഴ്സിൻ്റെ പ്രശ്നമുണ്ട്. റെയിൽവേ ക്വാർട്ടേഴ്സ് കിട്ടാൻ ചാൻസ് ഇല്ല. കല്യാണം കഴിച്ചു, അപ്പോൾ ഔട്ട് സൈഡ് താമസം, അപ്പോൾ പോക്കുവരവിന് വലിയ പ്രശ്നമായി. പിന്നെ ഞാനൊരു ട്രയൽ നോക്കി ഒന്ന് എനിക്ക് റിക്വസ്റ്റിൽ. അപ്പോൾ അവിടുത്തെ ടീം പറഞ്ഞു, നിങ്ങൾ മലയാളികൾക്ക് ഇതാ തരാറ്, അതായത് പിന്നെ അപ്പോയിൻമെൻറ്റ് കിട്ടണം, ഉടനെ നാട്ടിൽ പോകണം. നിൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ ഫോർവേഡ് ചെയ്യില്ല. പിന്നെ ഞാൻ പോയില്ല. പിന്നെ ഒരു റിക്വസ്റ്റ് ചെയ്തിട്ട് വാടി പറഞ്ഞാൽ സെൻട്രൽ റെയിൽവേയിലേക്ക് വന്നു. അതിലെനിക്ക് സീനിയോറിറ്റി ഒന്നും നഷ്ടം വരുന്നില്ല. അതായത് ഒരു മ്യൂച്വൽ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് അവനും ഒരാൾ ഗുജറാത്തി അങ്ങോട്ട് പോയി, ഞാൻ ഇങ്ങോട്ട് വന്നു. അതിൽ സീനിയോറിറ്റി ലോസ് ഒന്നുമില്ല. രണ്ടാമത് വാടി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഗൂഡ്സ് യാർഡാണ്, സിമെൻറ്റ് ഫാക്ടറിയും പിന്നെ കടപ്പ സ്റ്റോണും ഇതെല്ലാം. അപ്പോൾ ആ ഗൂഡ്സ് യാർഡിൽ എനിക്ക് താല്പര്യമില്ല. പിന്നെ ഞാൻ സീനിയോറിറ്റി കളഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഇവിടുത്തെ പോകും സദൺ റെയിൽവേ. അപ്പോൾ സാലറി ഒന്നും കുറയില്ല, സാലറി ഒരേപോലെ പോകും. പക്ഷെ പ്രൊമോഷനെ ബാധിക്കും. പ്രൊമോഷൻ ഇവനെ കിട്ടിയിട്ട് നിങ്ങളിപ്പോൾ ഇന്നലെ പോസ്റ്റ് ചെയ്തു വിചാരിച്ചു, ഞാൻ നാളെ വരുന്നു, ഞാൻ നിങ്ങളെ താഴത്തായി പ്രൊമോഷൻ്റെ കാര്യം. എനിക്ക് അവനൊക്കെ നിങ്ങളെക്കാളും ശമ്പളം ഉണ്ടാവും, പക്ഷേ എനിക്ക് പ്രൊമോഷൻ നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം എനിക്ക് കിട്ടും. ശരി. അതാണ് എൻ്റെ. അങ്ങനെ ട്രെയിനിൻ്റെ കാര്യത്തിൽ കുറേ സംശയം ഉണ്ടാവും. അങ്ങനെ മുമ്പ് ഈ ട്രെയിൻ പോകുന്ന സമയത്ത് ഒരു കമ്പി ഇങ്ങനെ കൊടുക്കണ്ടല്ലോ കയ്യിൽ, അതാണ് സംഭവം. ഈ പ്ലാറ്റ്ഫോമിൽ നിന്നല്ലേ? പ്ലാറ്റ്ഫോം അത് പെർമിറ്റാണ്. അടുത്ത സ്റ്റേഷനിലേക്ക് പോകാനുള്ള പെർമിറ്റാണ്. ഓരോ സ്റ്റേഷനിലും മാറ്റും. അപ്പോൾ ഈ കമ്പി അവിടെ കൊടുക്കും. അതായത് ഇപ്പോൾ പാലക്കാട് നിന്നാൽ എവിടെയാണ് ട്രെയിൻ ഇല്ലത്, എവിടെ ഇതില്ല, എല്ലാം അവിടെ കാണാം. അതെല്ലാം അറിയാം എവിടെ. പണ്ട് ഇവർ വിളിച്ചു പറഞ്ഞിട്ട്, ഇപ്പോൾ നീലേശ്വരം എത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ പാലക്കാടേക്ക് വിളിക്കും നീലേശ്വരം.
എന്നിട്ട് ഈ ഇവിടുന്ന് പെർമിഷൻ എടുക്കും അടുത്ത സ്റ്റേഷനിലേക്ക് ചെറുവത്തൂരേക്കല്ലേ പെർമിഷൻ എടുക്കും അങ്ങനെ അവിടത്തേക്ക് പോകും അങ്ങനെ ഇങ്ങനെ സ്റ്റേഷൻ വൈസ് പെർമിഷൻ വരും. ഈ റെയിൽവേ ക്രോസിംഗ് ഗേറ്റിൽ നടക്കാൻ മറന്ന അങ്ങനെ സംഭവം ഉണ്ടാവില്ല? അത് പിന്നെ ലേബേഴ്സിന്റെ തകരാറ് അല്ലേ? അങ്ങനെ സംഭവിച്ച ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അവരപ്പന്നെ ഒഴിവാക്കും അങ്ങനെ. ഡിസിപ്ലിൻ ഭയങ്കരമാണ് റെയിൽവേയിൽ. ഇപ്പൊ നമ്മൾക്ക് തന്നെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഫുൾ പ്രൊട്ടക്ഷൻ കിട്ടും. അതായത് നമ്മളെ ട്രെയിനിന് ബാധിക്കുന്ന ഏതായാലും റെയിൽവേ നല്ല പ്രൊട്ടക്ഷൻ കിട്ടും. അതൊക്കെ ഉണ്ട്. ഇതായിട്ട് പോയിട്ടുണ്ടോ? ഒരു പ്രാവശ്യം പരശുരാം എക്സ്പ്രസ് മംഗലാപുരത്ത് നിന്ന് വിടുന്നതിന് മുമ്പേ ഒരു ഐജിയുടെ ഡ്രൈവർ, കർണാടക ഐജി, അയാൾ വന്നിട്ട് നമ്മളെ സ്റ്റാഫിനെ കുറച്ച് മാൻ ഹാൻഡിൽ ചെയ്തു. അപ്പോൾ ഞാനാണ് ചാർജ്. ഞാൻ പിന്നെ കംപ്ലൈൻറ്റ് ചെയ്തു, അവരെ പിടിച്ചു. ഐജിയുടെ ഡ്രൈവറൊന്നും നമുക്കറിയില്ല, അവിടെ നിന്ന് സമ്മതിച്ചു. പിന്നെ കാലും കയ്യും പിടിച്ചിട്ട് അന്ന് പരശുരാം എക്സ്പ്രസ് അരമണിക്കൂർ വൈകിട്ടാണ് പോയത്. നമ്മളാണ് ആളെ അവരെ കാലമേ പിടിച്ചു. പിന്നെ അല്ല, പിന്നെ അവർക്ക് യാതൊരു രക്ഷയില്ല. ഈ റെയിൽവേന്റെ കേസ് കാരെല്ലാം വന്നാൽ നേരെ അങ്ങോട്ടേക്കാ പോലെ നോർത്തിലേക്കാ? ഏത് കേസല്ല, കേസ് പല കേസും ഉണ്ടാവും. അപ്പോൾ നമ്മൾ കോഴിക്കോട് പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ മെറ്റീരിയലെല്ലാം കളവ് പോകും, ചിലത് കട്ടിട്ട് പോകും. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ സർട്ടിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ പോകണം. ഒരു പ്രാവശ്യം കോർട്ടിൽ കോഴിക്കോട് പോയി. അങ്ങനല്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇത് റെയിൽവേയിലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അല്ലേ? അതെ. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും ഒരു കേസ് വന്നാൽ, ഇപ്പോൾ റെയിൽവേ ഉദ്യോഗസ്ഥരെ തല്ലിയോ ടീച്ചറിനെ തല്ലെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കേസെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഉണ്ടാവില്ല, എല്ലാം പുറത്തുനിന്ന്? അത് ഏത് സ്പോട്ടിൽ അവിടെയാണ് ഈ ആദ്യം ഈ കളവ് പോയാൽ കുറേ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് പുറത്ത് നോർത്തിലേക്ക് ഉണ്ടായാലും അത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. അങ്ങനെ കുറേ അവിടെ നിന്ന് സംഭവിച്ച കേസ് അവിടെ തന്നെ നമ്മൾ പോകേണ്ടി വരും. അവിടെ തന്നെ പോകേണ്ടി വരും. അങ്ങനെ ശരി. അപ്പം എന്താണ് പേരെന്ത് പറഞ്ഞാൽ? ദാമോദരേട്ടൻ. കുറേ കാര്യങ്ങൾ റെയിൽവേനെ കുറിച്ചിട്ടൊക്കെ അറിയണമെന്നുണ്ട് കേട്ടോ. നോർമലി ഈ ലോക്കോ പൈലറ്റിന് ഈ അധികം ഇതുണ്ടാവില്ല, വണ്ടി അടിക്കുന്നുണ്ടാവില്ലേ? കുറേ ആൾക്കാർ ഇങ്ങനെ സൂയിസൈഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇങ്ങനത്തെ എല്ലാം സംഭവം നടക്കുന്നുണ്ടാവില്ല മരിക്കുന്നത്. ഇതെല്ലാം കാണുമ്പോൾ അവർക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല? അവർ മാക്സിമം ഇപ്പോൾ ദൂരത്തിനെ കണ്ടാൽ അത് കൺട്രോൾ ചെയ്യും. അല്ലാതെ പക്ഷേ മറ്റുള്ള പാസഞ്ചേഴ്സ് ഒത്തിരി ഉണ്ടല്ലോ, ഒരാൾ പോയാൽ സാരമില്ല, മറ്റുള്ളവർ വയ്ക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ട്രെയിൻ നിർത്തി കഴിഞ്ഞാൽ ഇത് ഡീറെയിലാവും, അതായത് പുറത്തേക്ക്. അപ്പോൾ കുറേ ആക്സിഡൻറ്റ് കൂടാം. അപ്പോൾ ഒന്ന് പോയാൽ സാരമില്ല, ബാക്കിയെല്ലാവരും രക്ഷപ്പെടുത്തും. അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ പെട്ടെന്ന് നിർത്താൻ പറ്റില്ല, മറ്റേ വണ്ടിയിൽ നിർത്താൻ പോലെ സഡൻ ആയിട്ട് നിർത്താൻ പറ്റൂല അല്ലേ? അങ്ങനെ. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ഗഫൂർച്ച എന്തെങ്കിലും ചോദിക്കണ്ടോ? നമ്മളവരും ഗഫൂർച്ചുണ്ട്. ഗഫൂർച്ച വന്നങ്ങോട്ട് വാ, നമുക്ക് ഇതൊന്ന് മുകളിൽ നിന്നുള്ളതൊന്ന് കാണാല്ലേ എങ്ങനെല്ലാം ഉണ്ട്. എന്തായാലും സന്തോഷം, കണ്ടതിൽ ഒരുപാട് സന്തോഷം. കാരണം നമ്മളെ ഗഫൂർച്ച എൻ്റെ ഒപ്പം വന്ന ആളാണ്. ഇതിലെ പോകുന്ന സമയത്ത് ആദ്യം വിചാരിച്ചത് അങ്കണവാടി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിചാരിച്ചു പറഞ്ഞു, മുകളിലത്തേതൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇന്നിപ്പോ ഞാൻ പറഞ്ഞ സമയത്ത് പറഞ്ഞു അതെനിക്ക് ആ സ്ഥലം അറിയാന്ന് വെച്ചിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുതന്നെയാണ്. പിന്നെ നമ്മളെ വീഡിയോ എടുക്കുന്ന നമ്മളെ സുഹൃത്താണ് റഫീഖ് പടന്ന ആളെ കുറച്ച് നാളായിട്ട് ഞാൻ ക്യാമറമാനായിട്ട് കൊണ്ടുവന്നിട്ടില്ല.